ഇന്നിവിടെ നമ്മളൊരു ബാറ്ററി ചാർജറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നവർക്കും ഏതെങ്കിലുമൊക്കെ ഉപകരണങ്ങളുടെ ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ പുതിയത് മേടിക്കാൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന 20 വോൾട്ടിൻ്റെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള 21.5 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജറാണ്. അപ്പോൾ ഇനി ഏത് വോൾട്ടുള്ള ബാറ്ററിയുടെ ചാർജർ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഈ കാണുന്ന ഈ ഡ്രിൽ മെഷീൻ്റെ ബാറ്ററി ചാർജറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ തന്ന് ടെക്നോ ഫ്രീക്ക് ബൈ മിഥുൻ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്ന മിഥുൻ പ്രോയാണ്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ഡ്രിൽ മെഷീൻ്റെ ബാറ്ററി ചാർജർ. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പുതിയത് മേടിക്കാൻ കിട്ടാതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കംപ്ലൈൻ്റ് ആയ പഴയ ചാർജർ 21.5 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് 22 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിന് സിംഗിൾ പവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഡബിൾ പവർ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ മാത്രം ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് പഴയ ചാർജറിൻ്റെ ബോർഡും നമുക്കിതിന് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പഴയ ചാർജർ ഇത് 21.5 വോൾട്ടിൻ്റെയാണ്. നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ ട്രാൻസ്ഫോമർ 22 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് 0.5 വോൾട്ട് കൂടുതലുള്ള ട്രാൻസ്ഫോമർ നമ്മളിവിടെ എടുക്കാൻ കാരണം ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ എടുത്ത് കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫയർ ഉണ്ടാക്കിയ റെക്ടിഫയറിൻ്റെ ഔട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റെക്ടിഫയറിലൂടെ ഈ ഔട്ട് കടത്തി വിടുന്ന സമയത്ത് ചെറിയ രീതിയിൽ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മുടെ ചാർജർ പഴയ ചാർജറിനേക്കാളും കുറച്ചും കൂടി വോൾട്ട് കൂടിയ ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ട്രാൻസ്ഫോമറിന് 280 രൂപയാണ് ഇത് മേടിച്ചത് കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് തൊടുപുഴയിൽ നിന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഉപകരണങ്ങളുടെ ചാർജർ കംപ്ലൈൻ്റ് ആയാൽ ആ ഒരു ചാർജറിൻ്റെ ഔട്ട്പുട്ടിനേക്കാളും കുറച്ചും കൂടി വോൾട്ട് കൂടിയ ഒരു 0.5 അല്ലെങ്കിൽ 1 വോൾട്ട് വരെ കൂടിയ ട്രാൻസ്ഫോമർ മേടിച്ച് ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഈ പഴയ ചാർജർ ബോർഡ് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ പഴയ ചാർജർ ബോർഡ് നമുക്ക് മൊത്തമായിട്ട് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പാർട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് ബോർഡിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ചാർജിങ് കറക്റ്റ് ഫുള്ളാകുമ്പോൾ കട്ട് ഓഫ് ആകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു DC സെക്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ചാർജിങ് ബോർഡിൽ കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരുന്നതും AC സെക്ഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നിലവിൽ ഇപ്പോൾ ഈ ഒരു ബോർഡിലുള്ള ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഡയോഡിൻ്റെ അതായത് റെക്ടിഫയറിൻ്റെ ഔട്ട് കണക്ട് ചെയ്താൽ മതി. ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിരുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് അവിടെ 2 ലെഗുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ബോർഡിൽ നോക്കി പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഡയോഡ് കൊടുത്തേക്കുന്ന ഇവിടെയാണ് പോസിറ്റീവ്, മറ്റേ നെഗറ്റീവ്. അപ്പോൾ സംഭവത്തിലുള്ള നമ്മുടെ പഴയ കംപ്ലൈൻ്റ് ആയ ചാർജർ ബോർഡിൽ ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്യുക. ആ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ റെക്ടിഫയർ കണക്ട് ചെയ്ത് റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ട് നേരെ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു ചാർജർ ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു DC സെക്ഷന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിലാണോ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഒരു 99% AC സെക്ഷനാണ് ഇങ്ങനെയുള്ള ചാർജർ ബോർഡിൽ കംപ്ലൈൻറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് റെക്ടിഫയർ ആണ്. അപ്പോൾ റെക്ടിഫയർ ഉണ്ടാക്കാൻ നമുക്ക് 4 ഡയോഡാണ് വേണ്ടത്. ഇവിടെ നമ്മൾ 3 ആമ്പിയറിൻ്റെ ഡയോഡാണ് ഉപയോഗിക്കുന്നത്. 2 ആമ്പിയറിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലുള്ള 4 ഡയോഡും ഒരു ഫിൽറ്റർ കപ്പാസിറ്ററും വേണം. ഫിൽറ്റർ കപ്പാസിറ്റർ 25 വോൾട്ട് 4700 QFൻ്റെ ഒക്കെ ഉപയോഗിച്ചാലും മതി. 35 വോൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ നമുക്ക് 12 വോൾട്ടിൻ്റെയൊക്കെ ട്രാൻസ്ഫോമർ കിട്ടാൻ വലിയ പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക വോൾട്ടിലേക്കുള്ള ട്രാൻസ്ഫോമർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ട്രാൻസ്ഫോമർക്ക് ബൈൻഡ് ചെയ്യുന്ന ഷോപ്പിൽ നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾ പറയുന്ന വോൾട്ടിലും ആമ്പിയറിലും ബൈൻഡ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്യാബിനറ്റ് വേണം. ഈ ക്യാബിനറ്റിന് 115 രൂപയാണ്. ഇതും ട്രാൻസ്ഫോമർ എല്ലാം കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ പവർ കേബിളിന് 60. പിന്നെ പവർ ഓൺ സ്വിച്ച്. അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ പഴയ ചാർജർ ബോർഡിലെ ഈ ഒരു ട്രാൻസ്ഫോമർ ഇത് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യാതെ പവർ സപ്ലൈ ഇതിലേക്ക് കണക്ട് ചെയ്യരുത്. അപ്പം ബോർഡിലുണ്ടായിരുന്ന പഴയ ട്രാൻസ്ഫോമർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുണ്ടാക്കിയ റെക്ടിഫയർ കണക്ട് ചെയ്യണം. അപ്പോൾ റെക്ടിഫയർ ഉണ്ടാക്കുന്ന ഡയഗ്രം നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പം ബോർഡിലേക്ക് നമുക്ക് ഈ റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് കണക്ട് ചെയ്യേണ്ടത്. റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് ട്രാൻസ്ഫോമർ എന്നുള്ള 2 ലീഡ് കണക്ട് ചെയ്യുക 22 വോൾട്ടിൻ്റെ. അതുപോലെ ഇവിടെ ഞാൻ ഈ റെക്ടിഫയർ നേരെ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യുവാണ്. ഫിൽറ്റർ കപ്പാസിറ്റർ നമ്മൾ ലാസ്റ്റാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബോർഡിൽ നേരത്തെ അടയാളപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കറക്റ്റ് റെക്ടിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ പഴയ ചാർജർ ബോർഡിലെ ഈ ഒരു LED ഇൻഡിക്കേറ്റർ ഇതിനെ നമ്മൾ ഇവിടുന്ന് ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഇവിടെ നമ്മൾ വയർ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പഴയ ചാർജർ ബോർഡ് നമുക്ക് ഈ ഒരു ക്യാബിനറ്റിൽ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡ്രിൽ മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബോർഡ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനായിട്ട് ഈ ഒരു ബോർഡിന് ചെറിയൊരു ഹോൾ ഇടുവാണ്. അപ്പം സർക്യൂട്ട് ബോർഡൊക്കെ നമുക്ക് ക്യാബിനറ്റിൽ ഉറപ്പിക്കാനായിട്ട് ഇതുപോലെ നീളം കൂടിയ നെട്ടും ബോൾട്ടും അതുപോലെ ഇങ്ങനത്തെ റൗണ്ട് സ്പേസർ മേടിക്കാൻ കിട്ടും ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ബോർഡൊന്നും മെറ്റൽ ക്യാബിനിൽ ടച്ച് ചെയ്ത് ഷോർട്ടൊന്നും ആവില്ല.
ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമറും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ കണക്ട് ചെയ്യാൻ പോകുന്ന പവർ ഓൺ സ്വിച്ചിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഒരു വയർ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയർ സ്ലീവാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 പീസ് വയർ സ്ലീവ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ ഒന്നാമത്തെ പീസ് നമ്മളിവിടെ ഇട്ട 2 പീസിൽ ഒന്നാമത്തെ പീസ് ഇട്ട് വയർ ചൂടാക്കി സെറ്റ് ചെയ്തെടുക്കും. ഞാനിവിടെ ലാമ്പ് ഉപയോഗിച്ചാണ് ചൂടാക്കുന്നത്. അപ്പോൾ ഇനി 2 പീസ് ഇടണമെന്നില്ല, AC ആയതുകൊണ്ട് 2 ഇടുന്നതുകൊണ്ട് വേറെ കുഴപ്പമില്ല, ഒന്നുകൂടി സേഫാണ്. അപ്പോൾ ഒന്നാമത്തെ പീസ് നമ്മൾ ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പീസും കൂടി ഇടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ AC കടന്നു പോകുന്ന വയറാണെങ്കിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ അതിന് 2 പീസ് വയർ സ്ലീവ് ഈ രീതിയിലിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള വയർ സ്ലീവ് ഇത് പല അളവിലുള്ളതുണ്ട്. ഇങ്ങനെയുള്ള വയറിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്താലും അത് കറക്റ്റായിട്ട് അത്ര സെറ്റായിട്ടിരിക്കില്ല. അതിലും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ വയർ സ്ലീവ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 പീസും വയർ സ്ലീവ് ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കണക്ഷനെയൊക്കെ നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പവർ കേബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ കേബിൾ എടുക്കുന്ന ഈ ഹോളിലും ചെറിയ റബ്ബർ ബുഷ് ഇട്ടുണ്ട്. അപ്പോൾ ഈ റബ്ബർ ബുഷും ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ പവർ കേബിളിൻ്റെ പോസിറ്റീവ് റെഡ് വയർ നമ്മൾ ഫ്യൂസിൻ്റെ ഈ ഒരു ലെഗിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വയർ സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പവർ ഓൺ സ്വിച്ചിലെ ഒരു വയർ നമ്മൾ ഈ ഒരു ഫ്യൂസിൻ്റെ രണ്ടാമത്തെ കാലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കണക്ട് ചെയ്യാനുള്ളത് പവർ കേബിളിൻ്റെ ഒരു ബ്ലാക്ക് വയറും അതുപോലെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു വയറും കൂടി ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ പവർ കേബിളിൽ നിന്ന് വരുന്നൊരു വയറും അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു വയറും നമ്മളിവിടെ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ വയർ സ്ലീവ് ഇട്ട് സെറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡയഗ്രം കൂടി നമ്മുടെ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് ഔട്ട്പുട്ടിൽ നിന്നുള്ള 2 വയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഡുവൽ പവർ ട്രാൻസ്ഫോമറാണ് 22-0-22. അപ്പോൾ നമുക്ക് ഇതിന് സെൻറ്ററിൽ നിന്നുള്ളതും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ള ഒരെണ്ണം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ 2 ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന 2 വയർ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന റെക്ടിഫയർ, അതായത് നമ്മൾ ഡയോഡ് ഉപയോഗിച്ചുണ്ടാക്കിയ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന റെക്ടിഫയർ, ആ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ അതിൻ്റെ പ്ലസ് മൈനസ് നോക്കി കറക്റ്റായിട്ട് അതിനകത്തൊരു ഫിൽറ്റർ കപ്പാസിറ്റി കൂടി ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഫിൽറ്റർ കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചേക്കുന്ന 25 വോൾട്ട് 2200 QF-ൻ്റെയാണ്. അതുപോലെ ഇവിടെ നമ്മളൊരു 30 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 35 വോൾട്ടിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റർ ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. ആ ഒരു കപ്പാസിറ്റർ നമ്മൾ ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ 25 വോൾട്ടിൻ്റെ ഉപയോഗിച്ചത്. അതുപോലെ നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ പിന്നീട് മാറ്റാൻ എളുപ്പത്തിനായിട്ട് നമ്മളത് കുറച്ച് ബോർഡിൽ സൈഡിലായിട്ടാണ് ഗ്ലൂ ഗണ്ണ് ചൊട്ടിച്ച്. ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം നമ്മളുണ്ടാക്കിയതെല്ലാം സെറ്റായെന്ന് അറിയാനായിട്ട്. അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ഇൻഡിക്കേറ്ററും ബാറ്ററി എന്നുള്ളത് ഊരുമ്പോൾ ഗ്രീൻ ഇൻഡിക്കേറ്ററും, അതായത് ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡും ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ ഗ്രീനും. അപ്പോൾ സംഭവം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ക്യാബിൻ അടച്ച് എല്ലാം സെറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ക്യാബിനറ്റിലുള്ള എല്ലാ വയറുകളും നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ച് എല്ലാം കറക്റ്റ് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളുടെ ചാർജർ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ഈ രീതിയിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒറിജിനൽ ചാർജർ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അല്ല ആ ഒരു സെയിം വോൾട്ടും സെയിം ആംബിയറുള്ള ചാർജർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വീണ്ടും അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ചാർജറിൻ്റെ ഫൈനൽ ഔട്ട് ഈ രൂപത്തിലാണ്, നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ഇൻഡിക്കേറ്ററും ബാറ്ററി ചാർജ് ഫുള്ളാകുന്ന സമയത്ത് ഗ്രീൻ ഇൻഡിക്കേറ്ററും. അപ്പോൾ ചാർജറിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ നേരം നമ്മൾ ചാർജ് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു റെഡ് ഇൻഡിക്കേറ്റർ പതിയെ ഒരു യെല്ലോ കളറിലേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഗ്രീൻ ഇൻഡിക്കേറ്റർ ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ് ചാർജർ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ മെസ്സേജ് അയച്ചാൽ അത് രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ സർക്യൂട്ടും കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോ അവസാനമുണ്ട്.